ഊതങ്ങട് എന്തായിരുന്നു സുസ്മേ? അയ്യോ എന്നാ വീഡിയോ കട്ട് ചെയ്ത് അരൗണ്ട് കുറയും വരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങള് ടാറ്റു അടിക്കാൻ പറ്റാത്ത ക്ഷീണത്തില് ഞങ്ങൾ പൂൾ കളിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഗെയിം ജോർജ് ആൻഡ് ഐറിൻ ഒരു ടീം, സിഗ്മ ആൻഡ് ചുഗ്മ ഒരു ടീം. ഞാനാണ് ചുഗ്മ. ഓ, കാണിക്കാൻ പറ്റിയില്ല. ഇത് ഇങ്ങനെ അല്ല, അതിന്റെ ആ സാധനം മാറ്റൂ, കവറിങ്. ആ സുസ്മി എന്ന ബ്രേക്ക്. റെഡ് വീണ നമ്മള് റെഡ്. സിമ്പിൾ ആയിട്ട് കൊടുക്കും, സാധിക്കും നമ്മളെ കൊണ്ട്. എന്താണ് പറ്റിയ മോനെ? എന്ത് പറ്റി വിട്ടാ? വന്നിട്ടാലേ പൊളി ഓഫ് ഇന്ത്യ ആയിരുന്നു. അവസാനം ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ്. ബെയ്റ്റ് ഉണ്ടാ, ചൂണ്ടയുണ്ടാ മീൻ പിടിക്കാൻ? നമ്മൾ പൊരിക്കണോ അതെ അവര് പൊരിച്ചു തരുമോ? പിടിച്ചെടുത്തത് സാധനം ഉടനെ വരും. ഇതായിരിക്കും ഞങ്ങളെ സന്തോഷമാക്കാൻ പോലും ഞങ്ങൾ വിശ്വസിക്കുന്നു. യെസ്, അവൻ്റെ വരവായി. ക്രേ ഫിഷ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, കല്ലുമ്മക്ക ഉണ്ട്, ഒക്ടോപ്പസ് ഉണ്ട്, ഒളിഞ്ഞെടുക്കുന്ന മുട്ടയുണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. കഴിച്ചു നോക്കട്ടെ. അവൻ കഴിച്ചു. എങ്ങനെയുണ്ടാ? സോസ് എങ്ങനെയുണ്ട്? ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്നുണ്ട്. ആണോ? എന്ത് തന്നെ കഴിച്ചേ? എനിക്ക് ഒക്ടോബസ് കഴിക്കാൻ അത്ര ഫീൽ ചെയ്തില്ല. നൈസ് ആയിരിക്കുമല്ലേ? സോസ് പൊളി പൊളി പൊളി. ഒന്നും പറയാല്ല. താങ്ക്സ് ടു മാളൂട്ടി കൊടുക്കാണ്. തീർത്തിട്ട് തരാം. പകുതി വഴിയായിട്ടുള്ളൂ, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. അടിപൊളി കേട്ടോ, കോലപ്പൊളി സാധനം. വീണ്ടും താങ്ക്സ് ടു മാളൂട്ടി. ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്ന് ഇതുവരെ കേട്ടിട്ടുള്ളൂ. ദിസ് ഈസ് ഗ്ലൗസ് ലിക്കിംഗ് ഗുഡ്. അന്യായം. എന്തൊക്കെയോ നമുക്ക് പരിചയമുണ്ട്. ഇഷ്ടം പോലെ ഫ്ലേവർ. തേങ്ങ വറുത്തരച്ചതുപോലത്തെ ഒരു പുളി. ഒന്നും ഒട്ടും കൂടിയിട്ടില്ല ഒന്നും. ഇതിന്റെ പുളി, അതായത് ടാമറിൻ്റെ പൊടി, ലെമണിന്റെ പുളിയല്ല, എക്സാക്ട്ലി കോക്കനട്ടിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ചിലപ്പോൾ വറുത്ത മീൻ കഴിക്കണ മതി, ചിലപ്പോൾ കറി വെച്ച മീൻ കഴിക്കണ മതി, ചിലപ്പോൾ മീൻ വരട്ടിയത് കഴിക്കണ മതി. ഇതൊക്കെ പറയുകയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കളി. കുറച്ച് മാനസികമായിട്ട് കുറച്ച് ഉല്ലാസമൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ അവസാനത്തെ ബർത്ത്ഡേ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. വാട്ട് ആർ വി ഈറ്റിംഗ്? എരിവടിച്ച് കയറ്റുന്നുണ്ട്. ഇതായിരിക്കും എന്റെ ഈ വർഷത്തെ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ വർഷത്തെ ഷുഗർ കട്ട് ചെയ്യാൻ പോവാ. ഞാൻ സീരിയസ് ആയിട്ട് ഷുഗർ കുറയ്ക്കാൻ പോവാ. ഐ മീൻ മാക്സിമം കുറയ്ക്കാൻ പോവാ. ലൈക്ക് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒന്നും
മാറ്റാൻ പറ്റില്ല. But പക്ഷെ എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ള ഷുഗർ, yeah, like Synthetic sugar. dessert, yeah. ഓക്കെ അല്ലെങ്കിൽ sugar കുറയ്ക്കാം. ഓക്കെ, വിച്ച് ഇസ് ഗുഡ്. നല്ല തീരുമാനം. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാള് ഒരു സാധനം ഓർഡർ ചെയ്തതിന്റെ സൈസ് കണ്ടാലുണ്ടല്ലോ. ഇത് ഷുഗർ കട്ട് ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ്. ഒരു വർഷത്തേക്ക് ഷുഗർ കട്ട് ചെയ്യേണ്ടി, ഇത് കഴിഞ്ഞ് 2 വർഷത്തേക്ക് ഷുഗർ കട്ട് ഷുഗർ കണ്ടിട്ട് നല്ല രസമുണ്ട് തോന്നുന്നു, കഴിച്ചോക്കട്ടെ. എന്താ സാധനം? Just ഈ സ്ഥലത്ത് ഭയങ്കര കട്ടിയുണ്ട്. ചോക്ലേറ്റ് ആണ്. നാട്ടിലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് എന്തോ ഒരു പ്രീമിയം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ഡച്ച് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. ഇവിടെ നിന്ന് തേങ്ങ അടിച്ചു തരുന്നത്. ഇനി ഷുഗർ കട്ട് ചെയ്യുന്ന ഒരു തരത്തിലില്ല, തെറ്റില്ല. ഞങ്ങളെ നടപടലം ചതിച്ച മഴ തീർന്നിട്ടില്ല. പിന്നെ പ്രകൃതി ആയതുകൊണ്ടും മഴ പെയ്യുന്നതുകൊണ്ടും ഇവിടെ പച്ചപ്പുണ്ടാവുന്നതുകൊണ്ടും വെറുതെ വിട്ടേക്കിടും. 2 തുള്ളി കണ്ണീര്. അവന്റെ കണ്ണീര് കാണാൻ പറ്റില്ല, എന്റെ കണ്ണീര് ഞാൻ കാണിക്കണമില്ല. പക്ഷെ നമ്മൾ ചെയ്യും, അവരുടെ വൗച്ചർ വെച്ച് തന്നെ നമ്മൾ ചെയ്യും, അവരെ കൊണ്ട് തന്നെ നമ്മൾ വിഷമിറക്കിക്കും. ചിലപ്പോ വാശിക്ക് ഞങ്ങൾ അടുത്ത മാർച്ച് 2 ചെയ്യും. കാരണം അന്ന് വരെ വൗച്ചർ ഉണ്ട്. ഇത് തീരണില്ലല്ലോ, ഇത് കൊറേ ഉണ്ടല്ലോ. ഇതിനൊരു അവസാനമില്ലടേ. ഏതാ അതിനകത്ത് നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. സമയമാണോ? അതെ, ഫെബ്രുവരി മാർച്ച് 2 വരെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ഒന്നല്ലേ പറയുള്ളൂ. വരും 2-ാം തീയതി നമ്മൾ ബുക്ക് ചെയ്യും, എന്നിട്ട് ക്യാൻസലായ അവരുടെ മിസ്റ്റേക്ക്. ചാടി കേട്ടില്ല. ബർത്ത്ഡേ വരെ ലെവലായിരുന്നു. കാണാൻ പറ്റണ്ടോ ഉടായിപ്പ് മഴ. അക്കുവിന്റെ അഭാവത്തിൽ അക്കുവിനും താങ്ക് യു എവരിവൺ. ഊതിയിട്ട് മുറിക്കണല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി ഞാൻ പാടുന്നില്ല. ഓക്കെ, ഹിപ്പ് ഹിപ്പ് ഹുറേ. ഞാൻ തന്നെ പറയണല്ലോ. ഇതെല്ലാം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ചു, എന്താ ചെയ്യാനത്. തോണ്ടിയൊക്കെ എടുക്കണം. ഫുൾ എയർ കിട്ടിയാലേ ചിലപ്പോൾ ടേസ്റ്റുള്ളായിരിക്കും. തിരിച്ചു പിടിച്ചു തരാം. താഴെ വരെ പൊക്കെ, പിസ്ത വരെ പൊക്കെ. കാടിറങ്ങിയോടി വരുമൊരു മൂകനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി വാ. അമ്പു കൊണ്ടു കൊമ്പു കുതരണ വമ്പറുത്തു മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത്രമൊരു ഞൊടിതാ. വേതാളക്കഥയറി അപ്പോഴാണ് ഞങ്ങള് ഈ സ്കൈ ഡൈവിംഗ് എക്സ്പീരിയൻസിലോട്ട് ഭയങ്കര ഇൻസ്പയർ ചെയ്ത് ആ ഒരു ഐഡിയ കൊണ്ടിട്ട ആള് അക്കു തന്നെ പോയി ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് ലൈക്ക്, ഓ സ്കൈ ഡൈവിംഗ് അത് ചെയ്തിട്ടില്ലല്ലോ, വൈ നോട്ട് ബർത്ത്ഡേക്ക് ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞങ്ങള് ബർത്ത്ഡേക്ക് എൻ്റെ ബുക്കിംഗ് സ്കൈ ഡൈവിംഗ്. പക്ഷെ ബർത്ത്ഡേ പ്ലാൻ മൊത്തത്തിൽ അലമ്പായി പോയി. ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് 6:30 ഇറങ്ങിയിട്ട് എപ്പോഴും നന്നായി പോയി. ഹാഫ് വേ എത്തിയപ്പോ തന്നെ അവര് ബാഡ് വെതർ കാരണം ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങള് നാളെ പോകുമ്പോ പോണേക്കാൾ മുന്നേ അക്കൂന് ഞങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണ് ഞങ്ങൾക്ക് പ്രിപ്പയർ ആയിട്ട് ഇരിക്കാൻ. എന്താണ് പറയൂ, എക്സ്പീരിയൻസ് ചെയ്ത് പറയൂ.
കോഡൊക്കെ നോക്കണം. ലൈക്ക് ഫുൾ സ്ലീവ് ഇടുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഹെയർ ഫുൾ ടൈറ്റ് ആയിട്ട് പിന്നെയോ അങ്ങനെ എന്തെങ്കിലും കെട്ടി വെക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ എൻജോയ്മെന്റ് ആയിരിക്കും. ഞാനില്ല എന്നുള്ളൊരു വലിയ വിഷമമുണ്ട് ആർക്ക്? എനിക്ക്. അതും കൂടി ക്ലിയർ ആക്കുക. ഞാൻ പോയത് കാരണമാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയതെങ്കിൽ ഞാൻ ഒരിക്കലും വീഡിയോ കാണിക്കില്ലായിരുന്നു. എന്താ ഞങ്ങൾ പോണ്ടെന്നാണോ? അതെ, എന്താ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ഞങ്ങൾക്ക്? ചെയ്യണം. കൂടെ എക്സ്പീരിയൻസ്, ഒരുമിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. ഞാൻ മിസ് ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട്, ഒറ്റയ്ക്ക് പോയതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഒരു ഗ്രൂപ്പ് ചില്ല് കിട്ടിയില്ല എന്നാണ്. ഗ്രൂപ്പ് അങ്ങനെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ചാടിയപ്പോ ഒരു ജർമ്മൻ ലേഡിയും ഒരു ചൈന ലേഡി ആയിരുന്നു. അപ്പൊ അവരും അവരുടെ ലൈക്ക് അവര് അവിടുന്ന് വന്നതാ. ലൈക്ക് അവര് നമ്മുടെ ഒറിജിനൽ ഡോർസ് ഒക്കെ കവേർഡ് ആയിട്ടുള്ള ഡോർസ് ഇല്ലാണ്ട് വെറും ഒരു ഷീറ്റാണ് ഇട്ടേക്കണേ. അത്രയും മേളിലോട്ട് പോകുമ്പോ എനിക്ക് തോന്നുന്നു അതാണല്ലോ സ്കേറിയസ്റ്റ് പാർട്ട്. അങ്ങോട്ട് അത്ര ഹൈറ്റിൽ അവിടെ ഇരുന്ന് ചാടാൻ റെഡി ആയിട്ടിരിക്കുമ്പോ അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കണം. ഞാനായിരുന്നു ഫസ്റ്റ് ചാടുന്നത്. അപ്പം ഞാനായിരുന്നു ആ വിൻഡോയുടെ അടുത്ത് തന്നെ ഇരുന്നേ. ഫസ്റ്റ് ചാടുന്നക്കുമായിരുന്നു. ഞാൻ ഓഫീസിലെ പുള്ളിക്കാരത്തിന്റെ അടുത്ത് ഗേറ്റിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, ചാടാൻ പോവാണോ? ചാടല്ലേ ചാടല്ലേ, അത് ഭയങ്കര പാടല്ലേ, ചാടല്ലേ ചാടല്ലേ. പാട് ഇൻ ദ സെൻസ് സ്കേറി അല്ലേ, അത് ചെയ്യല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. ചിലത് സ്കേറി പാർട്സ് നമുക്ക് പ്രഷർ ഡിഫറൻസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടാവും. ലൈക്ക് 15,000 ഫീറ്റിന്റെ മേളിലാണ്. അപ്പം നമ്മള് അങ്ങനെ പ്രശ്നമുള്ളവര് കുറച്ച് ഇതായിട്ട് എന്താ ഫൈനലി ഞങ്ങൾ എന്താണ് ചെയ്യണ്ടേ? ഗോ എൻജോയ് ദാറ്റ് മൊമെന്റ്. ലൈക്ക് അതൊരു 5 minutes പോലും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ഫീല് അല്ലേ, നമ്മളെ അങ്ങനെ ആകാശത്തോടെ പറക്കണതേ കണ്ടിട്ടുള്ളൂ. ലൈക്ക് മേഘവും അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാ അതൊരു വേറൊരു ഫീലല്ലേ. പറ്റില്ല, വ്ളോഗ് വരെ സംഭവിക്കില്ല. വരും. നീ വരണ്ടോ? അവളൊന്ന് ഷിഫ്റ്റ് കളഞ്ഞിട്ടാണ് പരിപാടിക്ക് തന്നെ. Hi guys, ഹലോ. here we go again. So this skydiving. അതെ, ആദ്യത്തെ ക്യാൻസലായതിനു ശേഷം രണ്ടാമത് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഹൗ ഡു യു ഗൈസ് ഫീൽ? എക്സൈറ്റഡ് as me. നീയോ? Excited ആണ്, but like എന്താ പറയുക, ഇങ്ങനെ calm ആയിട്ടിരിക്കുക. Like പിന്നെയും ക്യാൻസൽ ആയ ഡെഫിനറ്റ്ലി ഹേർട്ട് ആയി. പക്ഷെ ഇന്നിപ്പോ ഭയങ്കര calm and composed ആയിട്ട് looking forward. Yeah. That's good. Yeah. നീയോ? മിണ്ടാൻ പറ്റുള്ളല്ലേ പേടിച്ചിട്ട് അന്നാക്കിലും പിരിവിട്ടേക്ക. How high are you? Hi, how are you? അവര് നേരത്തെ വന്നു, എല്ലാവരുടെ അടുത്തും സോറി പറഞ്ഞ അകത്ത് കയറിക്കോ. പൊക്കോ. How high are you? How high are you? ആരും ഒളിച്ച് ക്യാൻസൽ ചെയ്തു. അത് ജോർജാണെന്ന് അവര് പറയണേ. രാവിലെ എന്റെ ചിലപ്പോ ക്യാൻസൽ ചെയ്ത് കാണാൻ പോയി. അവനെങ്ങനെ ചെയ്യ എനിക്കറിയാം. അപ്പൊ തന്നെ അവർ 1 മണിക്കൂർ ഡിലേ ആക്കി ഇവനെ ക്യാൻസലും ചെയ്തു. ഹാങ്ങറില് lots and lots of flights ഇറക്കുന്നുണ്ട്. Something like this. അല്ല, കുറച്ചും കൂടെ കപ്പാസിറ്റി ഉള്ളതായിരിക്കും. Really excited.
റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ്. ഇനി ഞാനത് പിടിക്കാം. നീ നിന്റെ പൂമ്പാങ് എന്ന് പറഞ്ഞ് പറക്കണ കാണിക്കും. അങ്ങനെയല്ല, കുടിച്ചിട്ട് നല്ല റെഡ് ബുൾ. First time skydiving? Crazy. How you feeling? All good? Yeah. Pumped up? Mixed feelings. താരാപദമാകെ കനിവേകും പകലോ നെങ്ങോ മാഞ്ഞു പറയൂ നീ പ്രാണൻ